പാദാൻ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപതേ, രാമ രാമ രമണ ത്രിലോകീപതേ, രാമ സീതാഭിരാമ ത്രിദശ പ്രഭു, രാമ ലോകാഭിരാമ പ്രണവാത്മക, രാമ ലോകാഭിരാമ പ്രണവാത്മക, രാമ നാരായണാത്മാ രാമ ഭൂപതേ, രാമകഥാമൃത പഠന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. രാമകഥാമൃത പഠന പൂർണ്ണാനന്ദ സാര അനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം, ചാരുരാമായണ യുദ്ധം മനോഹരം. ഇത്തമാകന്ന കിളിമകൾ ചൊല്ലിനാർ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ, ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ. ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിടിനാൻ ചന്ദ്രാനനെ ചെവിതന്നിതുമുതാ. രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ, ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിടിനാൻ ചന്ദ്രാനനെ ചെവിതന്നിതുമുതാ. രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ, ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ, താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമാമോദാൽ അരുൾ ചെയ്തിതാതരാൽ. മാരുതി വന്നു പറഞ്ഞതു കേട്ടു ഉള്ളിൽ ആരൂഢം ആമോദൽ അരുൾ ചെയ്തിതാമോദരാൽ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ യുദ്ധകാണ്ഡത്തില് ആധ്യാത്മിക രാമായണത്തില് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ധ്യാന ശ്ലോകം തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ചാരു രാമായണം യുദ്ധം മനോഹരം. യുദ്ധകാണ്ഡം വായിക്കുന്നത് വളരെ മനോഹരമാണ്. ചിലർ പറയും യുദ്ധകാണ്ഡം ഒന്ന് വായിച്ചു നിർത്താൻ പാടുന്നു. അല്ല, യുദ്ധകാണ്ഡം വിജയത്തിൻ്റെതാണ്. എങ്ങനെയാണത് യുദ്ധകാണ്ഡം വായിച്ചു നിർത്തുന്നത് അറിയില്ല, എങ്കിലും യുദ്ധകാണ്ഡം വളരെ മനോഹരമാണ്. ഭഗവാനും ഭഗവാന്റെ രണ്ട് അധർമ്മത്തിനെതിരെ ഭഗവാൻ ചെയ്യുന്ന യുദ്ധമാണ്. ഭഗവത്ഗീതയും അത് തന്നെയല്ലേ ഉള്ളത്. അപ്പം അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് എനിക്ക് പോകാൻ അറിയത്തില്ല. പക്ഷേ ഭഗവത്ഗീത അത് തന്നെയാണുള്ളത്. യുദ്ധമാണ്. അപ്പം ധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അത് തന്നെ പറഞ്ഞു നിർത്തുന്നുണ്ട്. രാമായണം
എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുന്നതാണ്. എഴുത്തച്ഛൻ അങ്ങനെ ദോഷമായിട്ട് തോന്നുവാണെങ്കിൽ രാമായണത്തിന്റെ അവസാനം യുദ്ധകാണ്ഡം വെക്കത്തില്ല. ശരിയല്ലേ പറഞ്ഞത്? രാമായണം യുദ്ധകാണ്ഡം വായിച്ച് നിർത്തരുത് എന്ന് പറയുമ്പം, ആധികാരികമായിട്ട് പറയുമ്പം ഒരു സംശയം വരുന്നത്, അങ്ങനെ ഒരു പാതകം അതിനകത്തുണ്ടെങ്കിൽ എഴുത്തച്ഛൻ അങ്ങനെ എഴുതി വെച്ച് നിർത്തുമോ? വിഷയം പ്രഭു. എനിക്ക് മനസ്സിലായില്ല ബ്രോ. ഇല്ല, ചിലര് പറയുന്നത് രാമായണം വായിക്കുമ്പം ഇതിനകത്ത് ആ രാമായണത്തിന്റെ യുദ്ധകാണ്ഡത്തിന്റെ, നമ്മളിപ്പോ യുദ്ധകാണ്ഡത്തിലോട്ടാണ് കടന്നത്. യുദ്ധകാണ്ഡത്തില് ആ ധ്യാന ശ്ലോകമാണ് ഇപ്പൊ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഒരു ഇൻട്രഡക്ഷൻ എഴുത്തച്ഛൻ എഴുതിയതാണ്. ഇപ്പൊ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് മഹാദേവര് പാർവതീ ദേവിയുടെ അടുത്ത് പറയുന്ന വരികളാണ്. എന്താ പറയുന്നത്? ഇപ്പം എഴുത്തച്ഛൻ മഹാദേവരെ അഭിസംബോധന ചെയ്തത് ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാസ് മന്ദിതം പൂണ്ടലീടിനാൻ. എന്നിട്ട് അത്രയും ഈശ്വരൻ പറയുകയാണ്, ചന്ദ്രാനനെ അയാൾ ലക്ഷ്മി ദേവിയെ പാർവതീ ദേവിയെ അഭിസംബോധന ചെയ്തതാണ്. ചെവി തന്നിതും ഉദാ രാമചന്ദ്ര ചരിതം പവിത്രം ശൃണു പ്രിയേ. പവിത്രമായ രാമചന്ദ്ര ചരിതം നീ കേൾക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ. ഈ ഭുവനത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ നായകനാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവി എടുത്ത് പറയുകയാണ്. അപ്പൊ അതിനു മുമ്പിട്ട് വീണ്ടും എഴുത്തച്ഛൻ പറയുന്നു, രാമകഥാമൃത പാനം പൂർണ്ണ ആനന്ദ സാര അനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ശ്രീരാമചരിതം വായിക്കുന്നത് മറ്റ് കൃതികൾ വായിക്കുന്നതുകൊണ്ടുള്ള അനുഭൂതികൾ അല്ല, മറ്റ് കൃതികൾ വായിക്കുന്നതിനേക്കാൾ ഒരു അനുഭൂതി ശ്രീരാമചരിതം വായിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും. ഇതിന് സമാനമായ അനുഭൂതി മറ്റ് ഗ്രന്ഥം വായിക്കുന്നത് കിട്ടുന്നില്ല എന്ന് രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നു. ഇവിടെ വീണ്ടും പറയുന്നത്, അതിന് മുമ്പിട്ട് വീണ്ടും പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ചാരു രാമായണം യുദ്ധം മനോഹരം. രാമായണത്തിലെ യുദ്ധം, ആ യുദ്ധകാണ്ഡം കേൾക്കാൻ വളരെ മനോഹരമാണെന്നാണ് പറഞ്ഞത്. ആ യുദ്ധകാണ്ഡം കേൾക്കാൻ വളരെ മനോഹരമാണെന്നാണ് പറഞ്ഞത്. ചാരു രാമായണം യുദ്ധം മനോഹരം യുദ്ധമാകന്നെ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടിവിനെങ്കിലോ. മനസ്സ് ശുദ്ധിയായി അങ്ങോട്ട് കേട്ടുകൊള്ളുക എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി പറഞ്ഞു വന്നത്, ശശിപ്രഭു മനസ്സിലായില്ലെന്ന് പറഞ്ഞു വന്നത്, യുദ്ധകാണ്ഡം സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതും സാധാരണഗതി പറയുന്നതും രാമായണം വായിക്കുമ്പോൾ യുദ്ധകാണ്ഡം വായിച്ച് നിർത്തരുത്, അല്ലേ? ഭാസ്കരൻ പ്രഭു കേട്ടിട്ടുണ്ടോ? മ്യൂട്ടാണേ. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണങ്ങളില്ല ഇല്ലാതെ അങ്ങനെ പറയില്ല, എഴുത്തച്ഛൻ അങ്ങനെ എഴുതാറില്ല. അല്ല, ഞാൻ പറഞ്ഞത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ല, എഴുത്തച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എഴുത്തച്ഛൻ യുദ്ധകാണ്ഡമാണ് എഴുതി നിർത്തിയിരിക്കുന്നത്. വായിക്കുന്ന ആൾക്കാർ അങ്ങനെ പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണല്ലോ ഇവിടെ നിറയെ. അതെ, എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ഞാനിപ്പം വായിച്ചപ്പം തോന്നുന്നതാണ്. ഇപ്പം നേരത്തെ ഞാനും അങ്ങനെ ധരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഞാൻ ഇന്ന് ഭാഗവതത്തില് വിഗ്രഹാരാധനക്കെതിരെ ക്ഷേത്ര വളരെ ശക്തമായ കപിലമുനി പറയുന്നതായിട്ട് കിടന്നു. അതിശയം തോന്നി എനിക്ക്. ആ ശ്ലോകം ഞാൻ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പരമാത്മാവ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുകയാണെന്നും അതൊന്നും അറിഞ്ഞുവിടാതെ ചുമ്മാ വിഗ്രഹാരാധന കൊണ്ട് നടക്കുന്നത് എനിക്ക് അങ്ങനെ തന്നെ എന്നിട്ടും നമ്മളും ഇസ്കോണും ക്ഷേത്രവും ഒക്കെ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട് അവിടെ. ഈ പരമാത്മാവ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു അതെല്ലാം ഉണ്ടെങ്കിലും ക്ഷേത്രാരാധനയും നടത്തുന്നുണ്ട് ഒരുപാട്. അത് ഈ ശ്ലോകമായിട്ട് അത് കോൺട്രഡിക്റ്റ് ചെയ്യും. അതിന്റെ ഭാവാർത്ഥവും ഏതാണ്ട് അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ വായിച്ചു നോക്കിയത്. പ്രഭാകരല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പൊ പ്രഭാകരൻ ഫർദർ എക്സ്പ്ലനേഷൻ എവിടെയെങ്കിലും കാണുകയും ചെയ്യും. വേറെ പുസ്തകം ഇസ്കോണിന്റെ പുസ്തകം തന്നെയാണ്. സോ അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രഭാകര് കൃത്യമായിട്ട് അത്
യാതൊരു കളങ്കവും ഇല്ലാതെ എഴുതി വെക്കുകയും ചെയ്തു, ഭാവാർത്ഥം കൊടുക്കുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ എവിടെങ്കിലും വിഗ്രഹാരാധനയെ പറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പം ദിവ്യോത്തമ പുരുഷൻ, ഒരു മിനിറ്റ് ഉള്ളൂ. ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമോത്മ രൂപത്തിൽ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നറിയാതെ ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരുവൻ അജ്ഞതയിലായിരിക്കും. അവിടെ നോട്ട് പോയിന്റ് ചെയ്യണം. അവനെ ചാരത്തിൽ ബലിയർപ്പിക്കുന്ന ഒരുവനോട് താരതമ്യപ്പെടുത്തുന്നു. കനിഷ്ഠഭക്തൻ വന്നു കഴിഞ്ഞു അവിടെ. കനിഷ്ഠഭക്തൻ ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിവ്യോത്തമ ഭഗവാൻ പക്ഷെ ഒരു പക്ഷേ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് അറിയാതെ വിഗ്രഹാരാധന ചെയ്യുന്നവർ. ഇതിപ്പോ നമുക്ക് ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നവരാണല്ലോ ഈ ഹരകൃഷ്ണക്കാർ. അതിനർത്ഥമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നു അറിഞ്ഞുകൊണ്ട് വിഗ്രഹാരാധന ചെയ്യുന്നതും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് അറിയാതെ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ അതൊരു കനിഷ്ഠഭക്തന്റെ ലക്ഷണമായിട്ട് മാറും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ രാമായണം കുറച്ച് വായിച്ചിട്ട് ഇതിലോട്ട് ഫർദർ ഡിസ്കഷൻ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഞാൻ ഇന്നിപ്പോ അവിടെ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. സ്മിതമായി ആ ലൈൻ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. ആലോചിക്കാനുള്ള ഒരു സമയമാണത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ളുടെ ആലോചന കഴിഞ്ഞു. രാവണാദികളുടെ ആലോചന വായിച്ചു. രാവണ കുംഭകർണ സംഭാഷണം വായിച്ചു. എനിക്ക് തോന്നി ഇനി രാവണ ഇല്ല. ഇന്ന് എന്തോ അവർക്ക് വളരെ അത്യാവശ്യം. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് രാമായണ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്തോ ഒഴിച്ചുകൂടാനാവാതെ. അപ്പം രാവണ വിഭീഷണ സംഭാഷണം ഇപ്പം ഇന്ന് സ്മിതമാതാജി ഞാനും വായിക്കും. രാവണ വിഭീഷണ സംഭാഷണം. വീരമാതാജി വന്നു. രാവണനും വിഭീഷണൻ ഉപദേശിക്കുന്നതാണ്. ഇനി സുധീഷ് പ്രഭു, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് രാവണ കുംഭകർണ സംഭാഷണമാണ്. ആയിരിക്കാം. രാവണ അതിന് തൊട്ട് മുമ്പ് ആയിരിക്കാം. അതാണ് കറക്റ്റ്. രാവണ കുംഭകർണ സംഭാഷണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീരമാതാജി ഹരേ കൃഷ്ണ, സ്വാഗതം. അപ്പൊ നമ്മള് രാമായണത്തിന്റെ 26ാമത്തെ ദിവസത്തിലെ രാവണ കുംഭകർണ സംഭാഷണമാണ്. അടുത്തത് വിഭീഷണൻ. രണ്ട് ഭാഗങ്ങളാണ് ഇനി വായിക്കാനുള്ളത്. രാവണ കുംഭകർണ സംഭാഷണവും രാവണ വിഭീഷണ സംഭാഷണവും. അത് രണ്ടും കഴിയുമ്പോഴത്തേന് 26ാമത്തെ ദിവസം കഴിഞ്ഞു. 27ാമത്തെ ദിവസത്തിലോട്ട് കടക്കുമ്പം വിഭീഷണൻ രാവണനെ ഉപദേശിച്ചിട്ട് അവൻ തിരിച്ച് രാവണൻ ആ വിഭീഷണന്റെ ഉപദേശം സഹിക്കവയ്യാതെയും എന്ന് പറഞ്ഞാൽ അത് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവാതിരിക്കുകയും മാത്രമല്ല വിഭീഷണനെ ദേഷ്യപ്പെട്ട് നീ സഹോദരനായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പള്ളു പറഞ്ഞ് നിശ്ചിതമായി വിമർശിച്ചപ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് മനസ്സിൽ പറയുകയും അവിടെ നിന്ന് ഇറങ്ങി നേരെ വിഭീഷണൻ പോകുന്നത് ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്കാണ്. ഇവിടെ ഒക്കെയാണ് ധർമ്മം. എന്താണത്? ചേട്ടനായാലും അനിയനായാലും ശരി, ഞാൻ ധർമ്മത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അതായത് ഭഗവാനെ വിട്ട് ഞാനൊരു പരിപാടിക്കും ഇല്ല എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഭീഷണന് നിലനിൽപ്പുണ്ടായി. വിഭീഷണന് ശ്രീലങ്ക മുഴുവൻ കിട്ടി, രാജാവായി വാഴിച്ചു, ഭഗവാന്റെ ഉറ്റ ശിഷ്യനുമായി അല്ലെങ്കിൽ ഉറ്റ ഭക്തനുമായി. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നു ഡമോദം നിജപീഠമതിന്മേലിരുത്തിത ശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗണേ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തത്പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കില്ല എന്നുമേ. വളരെ മനോഹരമായിട്ടാണ് കുംഭകർണൻ ഉപദേശിക്കുന്നത് രാവണനെ. അതും സഹോദരനാണ്. കുംഭകർണൻ ഉപദേശിക്കുകയാണ്. ജീവിച്ചിരിക്കാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രനെ സേവിക്കണം.
രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാൻ, ഏകസ്വരൂപനാൻ ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി, ജാതയായ തവനാശം വരുത്തിയിടുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ. ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു, മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു. താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു, അഗ്നിയെ കൊണ്ടു മോഹിച്ചു ശലഭങ്ങൾ അജ്ഞമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ഈക്കകത്ത് ഈയാമ്പാറ്റകൾ പോകുന്നത് പോലെയാണ് നീ ഇപ്പോൾ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതെല്ലുമേ എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലുമതിങ്കിൽ മനസ്സിതൻ കാരണം. ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നിക്കരുതാർക്കുമേ. ശാസനായാലും അടങ്ങയല്ലു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനയം നീയതു, കാട്ടിയതെല്ലാം അവനയം നീയതു. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഇവിടെ മറ്റുള്ളവർക്കും ആപത്ത് വരുത്തി വെക്കും. ഞാനീ ഇന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ, ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ. മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടുമാവത്തു നിർണയമൂർത്തുകാൺ. ഇന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കും. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രിയാം കുംഭകർണന ഇന്ദ്രാരിയാം കുംഭകർണോത്തി കേട്ടളവ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാതരാൽ. മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയിലെ എന്ന അശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. ഇന്ദ്രജിത്തിനൊന്നും മനസ്സിലാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ പോയി കാര്യങ്ങളൊക്കെ സാധിച്ചു വരാം. അപ്പം അച്ഛന്റെ സഹോദരൻ പറയുന്നൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് കുംഭകർണ രാവണ സംഭാഷണം. ഇനി അടുത്തത്, ഇനി ഒരു സഹോദരൻ പറഞ്ഞു, അതും കേട്ടില്ല. ഇനി അടുത്ത സഹോദരൻ പറയുകയാണ് രാവണനോട്. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാവനോടും പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണമെന്നുട വാക്കുകൾ ഇന്നു നീ. അഭിസംബോധന വളരെ യുക്തമായി അഭിസംബോധന ചെയ്താണ് പറയുന്നത്. വളരെ മാനിച്ചിട്ടാണ്. നീ രാക്ഷസന്മാരുടെ അധീശനാണ്, ദശമുഖനാണ്, പക്ഷേ നീ കേൾക്കണം എൻ്റെ വാക്കുകൾ. നല്ലത് ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. ബുദ്ധിമാന്മാർ പറഞ്ഞിരിക്കുന്നത് നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കല്യാണം എന്തു കുലത്തിനെന്നുള്ളതിൽ സന്തോഷം. എന്താണ് കുലത്തിന് വരണം? കല്യാണം എന്തു കുലത്തിനെന്നുള്ളത് എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഇത്ര ലോകത്തിങ്കൽ നച്ചഞ്ചരാധിപ. മത്തൻ ഉത്തമൻ പ്രഹസ്തൻ വികടനും ശുദ്ധജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും. കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും. കുംഭകനും ത്രിശരസ്ഥിതികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ടാതിവീരരും. യുവാക്ഷനും ശോണിതാക്ഷനും ഭിന്ന വിരൂപാക്ഷ റുമാക്ഷൻ മകരാക്ഷനും. രാക്ഷസന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇന്ദ്രനെ സംഘരെ സ്പന്ദിച്ച വീരന ഇന്ദ്രജിത്തിനും ആ മല്ലവനോടെടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ. ശ്രീരാമനോടു കരുതായികമാ മാനസേ, ശ്രീരാമനായതു മാനുഷികനല്ല. കേൾ ആരെന്നറിവാനും എല്ലാവരുവനും ദേവേന്ദ്രനുമല്ല.
ഇനി പറയുകയാണ്, ദേവേന്ദ്രനുമല്ല മന്നിയുമല്ലവൻ, വൈവസ്വതനും നിർതിയുമല്ല, കേൾ പാശിയുമല്ല, ജഗൽപ്രാണനല്ല, വിത്തേശനുമല്ലവൻ, ഈശാരനുമല്ല, വേദാവുമല്ല, ഭുജങ്കാധിപനുമല്ല, ആദിത്യരുദ്രവസുക്കളുമല്ലവൻ. പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ ആരാ? സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ. സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണനാണ്. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ, മോക്ഷപ്രദായകൻ, മോക്ഷം തരാൻ കഴിവുള്ളവനാണ് മോക്ഷതൻ. സൃഷ്ടിസ്ഥിതിലയ കാരണൻ, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹൻ, ആദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സൃഷ്ടിസ്ഥിതിലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ. നിന്റെ കുലത്തില് മുന്നേ ഹിരണ്യാക്ഷനെ കൊന്നവനാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ കുലത്തിൽ ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. വരാഹാവതാരം. പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ, പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാൻ വീരനെ. പിന്നെ അത് മാത്രമല്ല, ഹിരണ്യാക്ഷനെ മാത്രമല്ല, ഹിരണ്യകശുവിനെയും കൊന്നു. ലോകൈക നായകൻ, പിന്നെന്താ? വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. പിന്നെ വാമന സാക്ഷാൽ വാമനരൂപമായി വന്നു ഭഗവാൻ. എന്നിട്ട് ബലിയോട്, നിന്റെ കുലത്തിലെ ബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. വാങ്ങിനാൻ കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരമാകയാൽ. അന്നന്ന സുരസുരയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. പരശുരാമനായിട്ടും അവതരിച്ചു. 21 പ്രാവശ്യം സഞ്ചരിച്ചു. നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടുന്നു നീ, സത്യസങ്കല്പമാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിന്ന. ഇപ്പോൾ വന്നത് നിനക്കറിയാമോ? നിന്നെ വധിക്കാനാണ്. ഞാനത് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്നെ വധിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും എന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകലതെന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്ക് ഭയത്തെ കൊടുപ്പൊരു ദേവനവൻ, കരുണാകരൻ കേവലൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പവൻ. ആരാണോ ഭഗവാനെ സേവിക്കുന്നത് അവർക്ക് അഭയം കൊടുക്കും. കരുണാകരനാണ്, കരുണാമയനാണ്. ഭക്തപ്രിയൻ, പരമൻ, പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. എത്ര സുന്ദര! ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രനെ അഭിസംബോധന ചെയ്യുന്നതാണ് പിന്നെ എഴുത്തച്ഛൻ. ജനാർദ്ദനൻ സംരക്ഷകനാണ്. ജനാർദ്ദനൻ ആശ്രിതവത്സരൻ, അംബുജലോചനൻ, നിശ്വരൻ, ഇന്ദിരാവല്ലഭൻ. ലക്ഷ്മീപതിയാണ്. ഇന്ദിരാവല്ലഭൻ, കേശവൻ, ഭക്തിയോടും തന്തിരുവടിതൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുകമടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്തു തൽപാദാംബുജത്തിൻ നമസ്കരിച്ചിടുക. നീ ഇതൊക്കെ കേട്ടുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മൈഥിലി ദേവിയെ, സീതാദേവിയെ കൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വെച്ചിട്ട് നമസ്കരിക്കുക. കൈതൊഴുതാശു രക്ഷിക്കെന്ന് ചൊല്ലിയാൻ. കൈ തൊഴുത് രക്ഷിക്കണം. തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക. ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൽപദം നൽകിയിടും. ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ മതി. ഇതുപോലെ ക്ഷമയുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ ആരുമില്ല. തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പൂക്ക നേരത്തി ബാലകൻ താടകയെ കൊല ചെയ്താനുരമ്പിനാൻ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യമയ്ക്ക് ദുഷ്കൃതം എല്ലാം ഒടിക്കയതോർക്ക നീ. ത്രയംബകം വില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയായേളും കൊണ്ടുപോകുമ്പോൾ. പിന്നെ ഭഗവാന്റെ എന്താ പറയുന്നത്, അതിമാനുഷിക പ്രവർത്തികളെ പറ്റി സ്തുതിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. മാർഗമധ്യേ ഉടർ ആയുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. എന്താ പറയുന്നത്? അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് മാത്രമല്ല, പിന്നെ വില്ല് ഓടിച്ചത് മാത്രമല്ല, പരശുരാമനെ കൂടി, സ്വന്തം അവതാരമാണ്, പരശുരാമനെ കൂടി ജയിച്ചു. പിന്നെ ഖരാദികളെ ചെയ്തതും, ഖരൻ രാക്ഷസൻ, ഖരാദികളെ കൊല ചെയ്തതും
ഉന്നതനാകിയ വാലിയെ കൊന്നതും മന്നവനാകിയ രാഘവൻ അല്ലയോ? അന്നവം ചാടിക്കടന്നിവിടേക്കു വന്ന അഗ്രജനത്രയോ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ അന്നു നന്നാകന്ത തോന്നിന്നിതങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വ്യത തന്നങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികൾ ആയിടും ആദിത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിനക്ക് മരിക്കണം എന്ന ആഗ്രഹമില്ലെങ്കിൽ ഒട്ടും താമസിക്കാതെ വൈദേഹിയ സീതാദേവിയെ കൊണ്ടുപോവുക. ദുർബലനായുള്ള പ്രബലൻ തന്നോടുൾപ്പുവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ. നീ അബലനാണ്, ചപലനാണ്, നിനക്ക് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശക്തിയില്ല. അരക്ഷണം കൊണ്ട് ശ്രീരാമചന്ദ്രൻ ഈ കുലവും രാജ്യവും എല്ലാം നശിപ്പിക്കും. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇത് വളരെ മനോഹരമായൊരു വേടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ നല്ലത് പറയാൻ കഷ്ടകാലത്ത് ആരും കാണത്തില്ല. നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാനേ ആരും കാണുകയുള്ളൂ. തന്നുടെ നിർദ്ദയം കൊണ്ടു വരുന്നതിൻ ഇന്നു നാരാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളം നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയം ഉള്ളിനേക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി. ശ്രീരാമചന്ദ്രന്റെ ശരം നിന്റെ ദേഹത്തേക്ക് വരാൻ പോവുകയാണ്. ആ ഒരു കോൺഷ്യസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്. ഞാൻ ഇനി താരമാർകളെ കൊടുക്ക വൈകിടാതെ. വീണ്ടും പറയാണ് കൊണ്ടുപോവാൻ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർദ്ധവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനമില്ല കൊടുപ്പതിനോർക്ക നീ. യുദ്ധത്തിന് വന്നിട്ട് നിന്നെ തോപ്പിച്ചിട്ട് പിന്നെ കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല രാവണ. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വൻപാനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്ന് അറിയണം. ശ്രീരാമനെ നീ യുദ്ധം ചെയ്തു കഴിഞ്ഞു പിന്നെ നിനക്ക് ഒരിക്കലും ഒരിടത്തും ശരണമില്ല, നീ അത് അറിയണം. അതായത് ഈ പരമശിവന്റെ മഹാവല്യ ഭക്തനാണ്, അവിടെ പോലും നിനക്ക് ശരണമില്ല എന്നാണ് വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നത്. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരൻ ആദികൾ എന്നതൊക്കെ ഓർക്ക നീ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതാണ്. മഹാദേവര് ഭഗവാനെ സേവിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ മഹാദേവ ഭക്തനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങാലോ കൊണ്ടൽ നേർവണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്കുന്ന. നീ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തിട്ട് നീ സുഖമായിട്ട് ജീവിക്കൂ. സംശയമിന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണം. ഈ വംശം മുടിക്കുന്നതിലും ഭേദം നല്ലത് ചെയ്യുക. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായി ഉള്ളതും ചൊന്നതും കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രൂദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ഇതൊന്നും കേട്ടിട്ട് വിനാശകാലേ വിപരീത ബുദ്ധി. ഇതൊന്നും കേട്ടിട്ട് രാവണൻ ചെവിക്കൊണ്ടില്ല. സഹോദരനെ കുറ്റപ്പെടുത്താൻ, ക്രൂശിക്കാൻ വളരെ നിഷ്ഠൂരമായ വാക്കുകൾ കൊണ്ടിട്ടാണ് വിഭീഷണനോട് മറുപടി പറയുന്നത്. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികമരുവിൻ. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തവനവരെന്നു നിർണയം. യുദ്ധം ഓരോന്നോടു ചൊല്ലുകിലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. നീ ശത്രുവാണ്, പക്ഷെ മിത്രഭാവത്തോടെ എന്റെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് പറയുകയാണ്. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. നമ്മള് ഭഗവത്ഗീത വായിക്ക് പഠിക്കും മനസ്സിലാക്കുന്നുണ്ട് ഭാഗവതോത്തമൻ എന്നുള്ള പേര്. ഭാഗവതോത്തമൻ ആരാണ്? ഭാഗവതനുണ്ട്, ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നവൻ. പക്ഷെ ഭാഗവതോത്തമൻ
ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എങ്ങനെ കൊണ്ടു നടക്കുന്നുവോ അതുപോലെ ഭഗവാന്റെ ഹൃദയത്തിലും ഏതൊരു ഭക്തനെ കൊണ്ടു നടക്കുന്നുവോ അതാണ് ഭാഗവതോത്തമൻ. ഭഗവാൻ എപ്പോഴും ആ ഭക്തനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. അതിനെ ഭാഗവത ഉത്തമൻ എന്ന് പറയും. വിഭീഷണൻ ഭാഗവതോത്തമനാണ്. അതുകൊണ്ടാണ് കുലം മൊത്തം നശിപ്പിച്ചിട്ടും ലങ്ക മൊത്തവും നശിപ്പിച്ചിട്ടും വിഭീഷണനെ മാത്രം രക്ഷപ്പെടുത്തുകയും വിഭീഷണന്റെ കൊട്ടാരത്തെ മാത്രം ബാക്കി നിർത്തുകയും വിഭീഷണനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ശ്രീരാമചന്ദ്രന്റെ ഹൃദയത്തിൽ നിറയെ ഭക്തന്മാരുടെ ഒരു സമ്മേളനമാണ്. ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനും ചിത്തൌഷധങ്ങളും മേൽക്കയില്ലേതുമേ. ഒരു ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം? വിധിമതം ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ശ്രീരാമദേവ പാദാംഭോജമിന്നി മറ്റാരുന്നും ശരണം എനിക്കില്ല കേവലം. വിഭീഷണൻ പറയുക, എനിക്ക് ശ്രീരാമചന്ദ്രൻ അല്ലാതെ വേറെ ആരും ശരണമില്ല. ചെന്നു തീർക്കാൽക വീണ അന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം മത്യമന്മാരുമായവൻ യുദ്ധം നിരൂപിച്ചുറച്ചുറപ്പെട്ടു. ധാരധനലായി മിത്രപൗത്യ ഭൃത്യക്കവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാം അന്നേരം ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ആ രാമയാമിങ്ങനെന്നുമേ നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനും ഇന്നേകാന്ത ഭോജനമായി വരും നീയടോ. എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനു തുല്യനല്ലോ ഭവാൻ. താവകമാമയം നിയോഗമനുഷ്ഠിപ്പം ആപതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. രാവണ, നീ എന്റെ സഹോദരൻ, ഒരിക്കലും നിനക്ക് ചീത്ത വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ അത് അങ്ങ് അനിഷ്ടമായി തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം. പുത്രമിത്ഥാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരംബസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി. കാലൻ ആരായിട്ടാ വരുന്നത്? ശ്രീരാമചന്ദ്രനായിട്ട്. ഭഗവാൻ വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കാലം കലയതാമസ്മി. ഈ കാലപുരുഷൻ എന്ന് പറയുന്നത് ഞാനാണ്. യമരാജൻ റെപ്രസെന്റേറ്റീവ് ആണ്. കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായവൻ ജനകാലയെ കാലിയും. സീതാഭിധാനേന ജാതയായിടിനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാലിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിൽ ഏൽക്കുന്നിതു പ്രഭു. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ചു. കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനജ്ഞതത്വം ഭവിക്കുമോ? ആശരവംശ വിനാശം വരും മുമ്പേ ആശരഥിയെ ശരണം യതോസ്മി ഞാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി. എല്ലാം പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് വളരെ പരിപൂർണമായി വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത്, അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് വളരെ വിനയത്തോടെ വിഭീഷണൻ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ശ്രീരാമ സന്നിധിയിലേക്ക് പോവുകയാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ഈ യുദ്ധകാന്ഡം വായിച്ചു നിർത്തണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഭയങ്കര വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എത്തുകയാണ്. ആ വിശേഷങ്ങളുമായി സ്മിതമാതാജി വായിക്കും. ഹരേ കൃഷ്ണ. വായിച്ചു. പ്രഭു ഒരു പേജൊക്കെ ഓക്കെ ഇല്ല, കുറച്ച് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മതി. ഹരേ കൃഷ്ണ. വിഭീഷണന്റെ ശരണപ്രാപ്തി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യാ
മാത്യാരുമായുട നാകാശമാർഗെ ഗമിച്ചത് അതിദ്രുതം ദേവനിരുന്ന അരുളുന്നതിൽ നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമരമണ ത്രിലോകിപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്രേ മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിതേ. ആൻമായ മൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകൻ നാവോലമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം അജ്ഞാനിയാകിയാലേറ്റതില്ലേതുമേ. പത്യമായുള്ളൊരു ചൊല്ലിയതേറ്റം അപത്യമായി വന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുഞ്ജന വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞിങ്ങി നാലമർത്യന്മാരുമായി വിടകൊണ്ടേനൊരു ലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ട ഉദ്ധരായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേഷ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യമല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനാമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ചിത്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ നിന്നിവനില്ലെന്നു സംശയം. ശത്രുപക്ഷത്തെങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനര വീരനും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്ഥായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരായണ്യത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുമുണ്ടാരാമത്തിലെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ ആശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതു പവമെന്നെത്രയും. വീരാ വിഭാകരപുത്ര വരികടോ ഞാൻ പറഞ്ഞതു കേൾപ്പിനെല്ലാവരും. ജാമ്പവാദി നീതിജ്ഞവരന്മാരെ ഉർവശീനായാലവനാശ്രിതന്മാരെ സർവേഷോ രക്ഷേച്ഛനു
അശ്വപചാനപഹി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചു വനം വന്നതിൽ മേവിച്ചിടിനാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ അങ്ങനെ ശ്രീരാമസന്നിധിയിൽ വിഭീഷണൻ എത്തുകയും ശ്രീരാമചന്ദ്രനെ വീണ്ടും സ്തുതിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരനോട് ഇതൊക്കെ പറഞ്ഞു, പക്ഷെ കേൾക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അങ്ങനെ കുംഭകർണൻ വിഭീഷണൻ ശേഷിച്ച കാലം ശ്രീരാമനെ ഭജിച്ച് പുണ്യം നേടാൻ തീരുമാനിച്ച്, പക്ഷേ ആകാശത്ത് വാനരസേനയുടെ മുകളിൽ വിഭീഷണനെ കണ്ടപ്പോൾ സുഗ്രീവന് വിശ്വാസം വന്നില്ല. ചതിക്കാനെത്തിയ രാക്ഷസനാണോ ചാരനാണോ രാവണന്റെ അനുജനാണ്. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് നിന്നപ്പോഴത്തേന് സുഗ്രീവൻ സംശയിക്കുകയാണ്. കൂടെ മന്ത്രിമാരുണ്ട്, എതിർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രിമാർ കൂടെ വരണം? അതുകൊണ്ട് വാനരന്മാർ അവരെ വധിക്കട്ടെ. സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് അനുവാദം ചോദിച്ചു. ചെന്ന് പറഞ്ഞു, ഇതൊക്കെ വിഭീഷണൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്, കൂടെ മന്ത്രിമാരൊക്കെ ഉണ്ട്, അപ്പം തീർച്ചയായിട്ടും എന്തിനെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല. അപ്പം സുഗ്രീവന്റെ അഭിപ്രായം ശ്രീരാമൻ മാനിച്ചില്ല. അഭയം ചോദിച്ചു വരുന്നവന് അഭയം കൊടുക്കണം, അതാണ് രാജനീതി. സ്വയം പരിചയപ്പെടുത്തി. രാവണൻ തന്നെ പുറന്തള്ളാനുള്ള കാരണവും വിശദീകരിച്ചു. രാവണന്റെ വാളിനെ ഇരയാകാതെ രക്ഷപ്പെട്ടു. ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ചു, ശരണം പ്രാപിച്ചു. വിഭീഷണൻ ഈശ്വരഭക്തനും നല്ലവനുമാണ്. ആരും സംശയിക്കേണ്ട, ചാരനല്ല. തന്റെ രാജ്യത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ശ്രീരാമനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. തന്റെ എല്ലാവിധ സഹായങ്ങളും ശ്രീരാമന് വാഗ്ദാനം ചെയ്തു. ശ്രീരാമൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു. സമുദ്രജലം കൊണ്ട് വരുവിച്ച് ലക്ഷ്മണനെ കൊണ്ട് ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു. വിഭീഷണനും ശ്രീരാമനും തമ്മിൽ ഭാവി പരിപാടികളെ കുറിച്ച് സംസാരിച്ചു. ലങ്കയിലെ യുദ്ധമുറകളെ പറ്റിയും സൈന്യബലത്തെയും കുറിച്ച് രാമന് ഒരു ഏകദേശ രൂപം കൊടുത്തു. ആരാ കൊടുക്കുന്നത്? ഭക്തനായ വിഭീഷണൻ. ആരാണ്? രാവണന്റെ സഹോദരൻ. എത്ര സുഗ്രീവന്റെ സംശയം തീർന്നു. വിഭീഷണനെ ആലിംഗനം ചെയ്തു. നാം എല്ലാവരും ശ്രീരാമന്റെ കിങ്കരന്മാരാണെന്നും നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാമെന്നും പ്രതിജ്ഞ ചെയ്തു. സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം വിഭീഷണൻ ലങ്കയിൽ രാജാവാകട്ടെ എന്ന് എല്ലാവരും ആശീർവദിച്ചു. വിഭീഷണനെ രാജാവായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആകാശത്തു നിന്ന് ഒരു രാക്ഷസ ശബ്ദം. എല്ലാവരും മേൽപോട്ട് നോക്കി. അതെ, രാക്ഷസൻ ശുകൻ. സുഗ്രീവനുള്ളതാണ് രാവണന്റെ സന്ദേശം. ഉന്നത കുലത്തിൽ ജനിച്ച വാനരനാണ് സുഗ്രീവൻ. തനിക്ക് ഭ്രാതൃതുല്യൻ, പരസ്പരം വൈരാഗ്യമില്ല. താൻ സീതയെ അപഹരിച്ചു, അതിൽ സുഗ്രീവൻ എന്ത് ഛേദം? അതുകൊണ്ട് ഇതിലൊന്നും ഇടപെടാതെ കിഷ്കിന്ധിക്ക് പോകുന്നതാണ് നല്ലത്. ദേവന്മാർക്ക് പോലും കീഴടക്കാൻ കഴിയാത്തതാണ് ലങ്ക. പിന്നെ മനുഷ്യന് കഴിയുമോ? വാനരന്മാർക്ക് സാധിക്കുമോ? ശുകൻ സുഗ്രീവനോട് പറയുകയാണ്. സന്ദേശം വാനരന്മാർക്ക് ആർക്കും പിടിച്ചില്ല. എല്ലാവരും ചേർന്ന് ശുകനെ മർദ്ദിച്ച് അവശനാക്കി. രാവണന്റെ ദൂതനായിട്ട് വന്നതാണ്. നിലവിളി കേട്ട് ശ്രീരാമൻ അവനെ കൊല്ലരുതെന്ന് വിലക്കി. സന്ദേശത്തിനുള്ള മറുപടി എന്താണെന്ന് സുഗ്രീവനോട് ശുകൻ ചോദിച്ചു. തന്റെ സഹോദരൻ ബാലിയെ കൊന്ന പോലെ രാവണനും കൊല്ലപ്പെടും. സീതയെ അപഹരിച്ചിട്ട് രക്ഷപ്പെടുകയോ? സുഗ്രീവൻ ശുകനെ പിടിച്ചു കെട്ടി. അതിന് മറ്റൊരു കാരണമുണ്ട്. രാവണൻ ശാർദൂലൻ എന്ന ദൂതനെ വാനരപ്പടയുടെ ശക്തി അറിഞ്ഞു വരാൻ വിട്ടിരുന്നു. അവൻ രഹസ്യമായി രാവണനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ശുകനെ കെട്ടിയിട്ടിരിക്കുന്ന വിവരം കൂടി ശാർദൂലൻ രാവണനോട് പറയട്ടെ. രാമൻ ശുകനെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിച്ചത് അതിനായിരുന്നു. ശുകനും വാനരന്മാരുടെ ശക്തി അറിയില്ലോ. അപ്പം വേറൊരു ചാരനെ ഇതിന്റെ കൂട്ടത്തിൽ രാവണൻ പറഞ്ഞു വിട്ടിരുന്നു. അത് ശ്രീരാമചന്ദ്രൻ മനസ്സിലാക്കി. അപ്പൊ ഈ പിടിച്ചു കെട്ടിട്ട് ഈ മെസ്സേജ് ഒന്ന് അവൻ പറയട്ടെ എന്നുള്ളതാണ്. വാനരന്മാരുടെ തയ്യാറെടുപ്പ് വിവരങ്ങൾ ദൂതന്മാർ വഴി രാവണൻ അറിഞ്ഞു. ചിന്തയിൽ മുഴുകി നെടുവീർപ്പിട്ടു. സമുദ്രം കടക്കണം എങ്ങനെയെന്ന് ആലോചിച്ച് ശ്രീരാമൻ മണൽ കെട്ടിലിരുന്നു. സമുദ്രദേവത വരുണനാണ്. വരുണൻ ഇതേ തന്നെ കണ്ടിട്ടില്ല. താനുമൊക്കെ ബന്ധപ്പെട്ടിട്ടുമില്ല. ദേവകാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരും എന്തൊക്കെ സഹിക്കുന്നു. ഇതൊന്നും സമുദ്രദേവതയ്ക്ക് ബാധകമല്ലേ? ശ്രീരാമന് ദേഷ്യം വന്നു. മനുഷ്യനും കുരങ്ങന്മാർക്കും എന്തും ചെയ്യാൻ കഴിയുമെന്നായിരിക്കും കരുതുന്നത്. ഞാൻ കാണിച്ചു തരാം. സമുദ്രത്തെ ഉണക്കിക്കളയും. എങ്കിൽ ആരുടെയും സഹായം കൂടാതെ വാനര സൈന്യത്തിന് കാൽനടയായി പോകാമല്ലോ. അവിടെ ചിന്തിക്കണം, ഈ പാലം കെട്ടേണ്ട ഒരു കാര്യവുമില്ല. ശ്രീരാമചന്ദ്രൻ ഈ സമുദ്രത്തെ ഉണക്കാനുള്ള ശക്തിയുണ്ട്. ഈ സമുദ്രത്തെ മൊത്തം വറ്റിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ അതല്ല,
അതല്ല ശ്രീരാമൻ. മര്യാദ പുരുഷോത്തമനാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവനാണ്. ശ്രീരാമേന്ദ്രന് വളരെ ഭയങ്കരമായ ദേഷ്യം വന്നു. കണ്ണുകൾ ചുമന്നു, വില്ലുകുലച്ചു. വരുണദേവനെ വെറുതെ വിട്ടുകൂടാ. ഭൂമിയുടെ ഭാരം തീർക്കാൻ തന്റെ മാത്രം ഭാരമായിരിക്കുകയാണല്ലോ. എല്ലാ ജീവജാലങ്ങളും രാമന്റെ ശരപരാക്രമം കാണട്ടെ. സമുദ്രദേവിയെ ഭസ്മമാക്കുന്നുണ്ട്. ഭൂമിദേവി ശപഥം കേട്ട് വിറച്ചു. കാടും മലയും ആകാശവും എല്ലാം ഇരുളടഞ്ഞു. കടൽ ക്ഷോഭിച്ചു. തിരമാലകൾ ഉയർന്നു പൊങ്ങി. ജലജീവികൾ ഭയപ്പെട്ടു. ഉടനെ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യരൂപൻ, ദിവ്യാഭരണ വിഭൂഷിതൻ, ദിക്കുകളെ ഭാസരമാക്കിക്കൊണ്ട് ശ്രീരാമന്റെ സമക്ഷം എത്തി. യാചനയോടെ ശ്രീരാമന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വരുണന് ശക്തിയില്ല. ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. ഇത് തന്നെയാണ് വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നത്, ഏകനാണ് എന്നുള്ളത്. ക്ഷമിക്കണം. കാൽക്കൽ വീണ് നമസ്കരിച്ചു. ലങ്കയിലെത്താൻ താൻ മാർഗം തന്നുകൊള്ളാം. ശരി, ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ മഹാബാണം വിഫലമാക്കാൻ വയ്യ. ലക്ഷ്യം കാണിച്ചു തരണം. വരുണൻ അല്പനേരം പകച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വടക്ക് ദ്രുമകുല്യം എന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇടയന്മാരുടെ സങ്കേതമാണ്. അവർ പാപികളും ദുഷ്ടന്മാരുമാണ്. അത് ഇടയന്മാരുടെ സങ്കേതമാണ്. അവർ പാപികളും ദുഷ്ടന്മാരുമാണ്. അവർ എന്നെ സദാ പീഡിപ്പിക്കുന്നു. ബാണം അവരെ ലക്ഷ്യമാക്കട്ടെ, എനിക്ക് രക്ഷയുമാകും. രാമബാണം അങ്ങോട്ട് പാഞ്ഞു. ആ പാപികളെ കൊന്നൊടുക്കി മടങ്ങി. ഇതെല്ലാം ഒരു നിമിത്തമാണ്. അപ്പം അവിടെ വരുണനെ ദ്രോഹിക്കുന്ന ചില ഇടയന്മാരുണ്ട്. ആ ഇടയന്മാരെ കൊല്ലാൻ ഒരു നിമിത്തമായിട്ട് വന്നു ഈ ശ്രീരാമേന്ദ്രന്റെ ബാണം. വരുണന് സന്തോഷമായി. ആ പാപികളുടെ ഉദരവും തീർന്നല്ലോ. ഇനി സമുദ്രത്തിൽ ചിറകെട്ടണം. സമുദ്രദേവത എല്ലാവരും മൊത്ത ആലോചിച്ചു. വിശ്വകർമാവിന്റെ പുത്രൻ നളനാണ് അതിന് സമർത്ഥൻ. ഉടനെ നളനെ വരുത്തി ചിറകെട്ടാനൊക്കെ ഏർപ്പാട് ചെയ്തു. അതോടുകൂടി 27ാമത്തെ ദിവസം കഴിയുകയാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് 27ാമത്തെ സമ്മറി നമ്മൾ വായിച്ചു. 27ാമത്തെ ദിവസത്തിലോട്ട് കടന്നു. അങ്ങനെ ഇന്നത്തെ രാമായണം യുദ്ധകാന്ഡം ഇവിടെ അവസാനിക്കുമ്പോൾ എത്ര മനോഹരമായ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇത് വായിക്കണം, ഇതാണ് വായിക്കേണ്ടത് അവസാനം ആദ്യവുമല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഇനി പറയൂ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു. പറഞ്ഞോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഇല്ല, ഇന്ന് എനിക്ക് ശരി മനസ്സിലായി. പ്രഭു ആയതുകൊണ്ട് ഉള്ളിൽ മനസ്സിലായി. അതെ പ്രഭു. പ്രഭു വായിക്കുന്നതിനിടയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നമുക്കത് എന്താ പറയണമെന്നുള്ളത് അറിയാം. മറ്റേ നമ്മൾ വായിച്ചു പോകും. അതെ അതെ അതെ. നമ്മള് സമ്മറി മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള മീനിങ് ഒന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ പ്രഭു ഇന്ന് വായിച്ചപ്പോ വളരെ നന്നായിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. സന്തോഷം. പ്രഭുവിന് നല്ല കഥാപ്രസംഗം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, കഥ പറഞ്ഞ് ഫലിപ്പിക്കുക. ഉണ്ടല്ലോ, കഥാപ്രസംഗം വരും ഇടയ്ക്ക്. കഥാപ്രസംഗമാണല്ലോ. അതെ, സത്യം. പണ്ട് ഹരികഥയാണ് തുടങ്ങിയത്. ചെല്ലുകയും കഥ പറയുകയും ചെയ്യുന്ന ഹരികഥ ഫലിപ്പിക്കാനുള്ള വേണം. അപ്പൊ ശ്രദ്ധ കിട്ടണം. ഞാനൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് മറ്റേ കേൾക്കുന്നല്ലാതെ എനിക്കൊന്നും മനസ്സിലാവാറില്ല. ഇപ്പൊ മനസ്സിലായി. ഇത് അല്ലെങ്കിൽ അത് നമ്മള് അത്ര അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യില്ല. സ്ട്രൈക്ക് ചെയ്യണം. അതെ, ഭഗവത്ഗീത വായിച്ചത് കൊണ്ടാണ് ഇത് മനസ്സിലാവുന്നത്. സത്യത്തിൽ അല്ലാതെ മനസ്സിലാവത്തില്ല. ഭഗവത്ഗീത പഠിച്ചത് കൊണ്ടാണ് ഭഗവത്ഗീത കുറെ കൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാകുമ്പോ കഥയും കുറച്ചുകൂടെ ഗംഭീരമായ കഥയാണ് രാമായണം. അതെ അതെ അതെ, ഗംഭീരമായ കഥയാണ്. അത് മറ്റത് അങ്ങനെയല്ലല്ലോ. മറ്റേ ഭഗവത്ഗീത പ്യൂർ ഒരു സയൻസ് ആണ്. അതെ അതെ അതെ, അത് വ്യത്യാസമാണ്. മഹാഭാരതം ഡിഫറെന്റ്. അതെ, ഇതിന്റെ ഈ കഥ ഒരു പ്രത്യേക കഥയല്ലേ, പ്രത്യേക ഒരു കഥയാണ്. ഇത് തട്ടിക്കൊണ്ടുപോക്കും വളരെ ഇവന്റ്ഫുൾ ഒരു സിംഗിൾ സ്റ്റോറിയാണ്. സിംഗിൾ സ്റ്റോറിയാണ്. അതിൽ കുറച്ച് വില്ലന്മാരും അങ്ങനെയുള്ള മഹാഭാരതം ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പാടാണ്. ഒരുപാട് കഥകളും ഒരുപാട് വലുതും. ഞാനിത് വായിച്ചപ്പോഴാണ് ഈ ഇൻട്രഡക്ഷൻ വായിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്.
എന്താ യുദ്ധകാന്ഡം എന്തുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞു വായിച്ച് നിർത്തരുത് എന്ന് ഈ ആൾക്കാർ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് മുതലേ കേട്ടതാണ്. രാമായണം വായിക്കുമ്പോൾ അങ്ങനെ ഇത് വായിച്ച വളരെ മനോഹരമായ വരികളാണ്, ഇത് എങ്ങനെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രഭു അപ്പൊ അടുത്ത ആഴ്ച മുതൽ രാമായണ മാസം തുടങ്ങില്ലേ? അതെ, അടുത്ത ആഴ്ച